ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 70. അമ്മേ നാരായണ. നാമം 951. ശാശ്വതി. എല്ലായ്പ്പോഴും നിത്യയായി നിലനിൽക്കുന്നവൾ എന്ന അർത്ഥം. മറ്റെല്ലാം നശിക്കുമ്പോഴും ഇവിടെ തുടരുന്നതെന്തോ അതാണ് ദേവി. മറ്റെല്ലാം നശ്വരമായിട്ടിരിക്കുമ്പോൾ ദേവി മാത്രം ശാശ്വതമായിട്ട് നിത്യമായി നിലനിൽക്കുന്നു. മയാസുരൻ ശിവനോട് ആവശ്യപ്പെടുന്ന വരമാണ് നിന്നിൽ നിത്യമായ ശാശ്വതമായ ഭക്തി നൽകി അനുഗ്രഹിക്കണേ എന്നുള്ളത്. ദേവിയിൽ നമുക്കും ശാശ്വതമായ ഭക്തി ഉണ്ടാവട്ടെ. 952 നാമം ശാശ്വതൈശ്വര്യ. ജരാനരകളൊന്നും ബാധിക്കാത്തവൾ, എല്ലായ്പ്പോഴും ഐശ്വര്യവതിയായി മംഗളദായിനിയായി വർത്തിക്കുന്ന ദേവി ലളിതാംബിക. ദേവി നൽകുന്ന മംഗളങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല, നഷ്ടപ്പെടുന്നില്ല എന്ന് അർത്ഥം. 953 നാമം ശർമ്മദ. ശർമ്മം എന്നാൽ സൗഖ്യം, ആനന്ദം, ആമോദം എന്നൊക്കെ അർത്ഥം. ദേവി ശർമ്മദായിനിയാണ് എന്ന് 125 നാമമായിട്ട് നമ്മൾ വർണ്ണിച്ചിട്ടുണ്ട്. ദേവി എല്ലായ്പ്പോഴും സൗഖ്യം നൽകുന്നവളാണ്. ഇവിടെ അതേ അർത്ഥത്തിലാണ് ശർമ്മദ എന്ന് പറയുന്നത്. ഭൗതിക സുഖങ്ങൾക്കപ്പുറമുള്ള ശാശ്വതമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന, മനസൗഖ്യം നൽകുന്ന ദേവി ലളിതാംബിക. നമുക്ക് ചുറ്റും എല്ലാ സുഖഭോഗങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ എന്താണ് കാര്യം? അപ്പോൾ ആ മനസ്വസ്ഥത നൽകി അനുഗ്രഹിക്കുന്ന ദേവി ലളിതാംബിക. 954 നാമം ശംഭുമോഹിനി. ശംഭുവിനെ, ശ്രീ മഹാദേവനെ, ആ ശിവഭഗവാനെ പോലും മോഹിപ്പിക്കുന്നവൾ. ദേവിയുടെ മോഹിനീ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മഹാവിഷ്ണു മോഹിനീ രൂപം എടുക്കുന്നത്. അപ്പോൾ ഏവരെയും, ശംഭുവിനെ പോലും മോഹിപ്പിക്കുന്ന ദേവി സകല ചരാചരങ്ങളെയും മോഹിപ്പിക്കുന്ന ദേഹകാന്തി ഉള്ളവളാണ്. 955 നാമം ധര. ദേവി ധര, ധരിത്രിയാണ്, ഭൂമി തന്നെയാകുന്നു, പ്രകൃതിയാണ് ദേവി എന്ന് നമ്മൾ പറഞ്ഞു. ജീവൻ്റെ സാന്നിധ്യമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. അപ്പോൾ ആ ജീവനെ നിലനിർത്തുന്ന ഭൂമിദേവിയായ ദേവി ലളിതാംബിക. ധര എന്ന വാക്കിന് വഹിക്കുന്നവൾ എന്നൊരർത്ഥം കൂടിയുണ്ട്. ജീവവാഹിയായവൾ, ജീവനെ വഹിക്കുന്ന ദേവി ലളിതാംബിക ധര. 956 നാമം ധരസുത. ധര എന്നാൽ ഭൂമി എന്ന് പറഞ്ഞു. ഭൂമിയുടെ പുത്രി സീത എന്നൊരു അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ ഹിമവാന്റെ, പർവ്വതത്തിൻ്റെ പുത്രിയായവൾ ദേവി ലളിതാംബിക. ആ ദേവിയാണ് ധരസുത. 957 നാമം ധന്യ. എല്ലായ്പ്പോഴും അനുഗ്രഹീതയായിരിക്കുന്നവൾ. ധനധാന്യ സമൃദ്ധിയോടെ ഐശ്വര്യത്തോടെ ഇരിക്കുന്നവളാണ് ധന്യ. ദേവീ ഭക്തർ ധന്യരാകുന്നു ദേവിയുടെ അനുഗ്രഹത്താൽ. 958 നാമം ധർമ്മിണി. എപ്പോഴൊക്കെ അധർമ്മം വിരാജിക്കുന്നുവോ അപ്പോഴൊക്കെ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ഞാൻ ജന്മമെടുക്കുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ദേവി ധർമ്മിണിയാണ്, ധർമ്മത്തെ സംരക്ഷിക്കുന്നവളാണ്. ധർമ്മം നശിപ്പിക്കപ്പെടുമ്പോഴൊക്കെ അതിനെ പുനഃസ്ഥാപിക്കാനായിട്ട് അവതരിക്കുന്നവളാണ് ദേവിയും. പുരുഷാർത്ഥമായ ധർമ്മം പാലിക്കുന്നവളാണ് ദേവി ലളിതാംബിക. ധർമ്മം പാലിക്കുന്നവരിൽ പ്രത്യേക പ്രിയമുള്ളവൾ ധർമ്മിണി. 959 നാമം ധർമ്മവർദ്ധിനി. തൻ്റെ ഭക്തരെ ധർമ്മിഷ്ഠരാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയുള്ള ദേവി ലളിതാംബിക. ദേവി വിശ്വജനനി കൂടിയാണ്. ജഗത്തിൻ്റെ മുഴുവൻ അമ്മയായ ദേവി നമുക്ക് നല്ല മൂല്യങ്ങളുണ്ടാകുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നവളാണ്. നമ്മളിൽ ധർമ്മം വർദ്ധിപ്പിക്കുന്നതിൽ ദേവി ശ്രദ്ധാലുവാണ്. 960 നാമം ലോകാതീത. സകല ലോകങ്ങൾക്കും, 7, 14 ലോകങ്ങൾക്കും അതീതമായ ഒരു ശക്തിയുണ്ടെങ്കിൽ
അതാണ് ദേവി ആദിപരാശക്തി. 961 ഗുണാതീത. ദേവി ലോകങ്ങൾക്കെല്ലാം അതീതയാകുമ്പോൾ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഗുണങ്ങൾക്കും ത്രിഗുണാദികൾക്കും സത്വരജോ തമോ ഗുണങ്ങൾക്കും അതീതയായി നിലനിൽക്കുന്നവളാണ്. നിർഗുണ പരബ്രഹ്മം എന്ന ദേവിയുടെ ഭാവത്തെ പറ്റിയാണ് വർണ്ണന. 962 നാമം സർവാതീത. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതായ സകല ശക്തികൾക്കും അപ്പുറമുള്ള ഒന്നായി നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. നമ്മുടെ പേർവ്യൂവിൽ വരുന്ന പുണ്യപാപങ്ങൾ, ഗുണദോഷങ്ങൾ, ഇതിനൊക്കെ എത്രയോ അപ്പുറത്താണ് ദേവി ലളിതാംബിക. നമ്മൾ ഈശ്വരനെ പലപ്പോഴും ലിമിറ്റഡ് ആക്കാൻ, നമ്മുടെ ഒരു ഭാവന മണ്ഡലത്തിനനുസരിച്ച് ദൈവീക ശക്തിയെ ലിമിറ്റഡ് ആയിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഇത്ര രൂപ കാണിക്കയിട്ടാൽ ഈശ്വരൻ പ്രീതിപ്പെടും. ഉത്സവത്തിന് ഇത്ര രൂപ സംഭാവനയായി നൽകിയില്ലെങ്കിൽ ഈശ്വരൻ കോപിക്കും. ഈ വിധം നമ്മുടെ ഒരു ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ഈശ്വരൻ എന്ന ആ ശക്തിയെ നമ്മൾ പലപ്പോഴും ലിമിറ്റഡ് ആയിട്ട് കാണാനും ആ വിധം വർണ്ണിക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട്. എന്നാൽ അതിനൊക്കെ എത്രയോ അപ്പുറത്താണ് ദേവി എന്ന ശക്തി. അതുകൊണ്ടാണ് ദേവി സർവാതീത എന്ന് വിളിക്കുന്നത്. 963 നാമം ശമാത്മിക. ശമം എന്നാൽ സ്വസ്തി, ശാന്തി എന്നർത്ഥം. എല്ലായ്പ്പോഴും സ്വാസ്ഥ്യം നൽകുന്ന ദേവി ലളിതാംബിക. ആ സ്വാസ്ഥ്യം തൻ്റെ പ്രകൃതമാക്കിയിട്ടുള്ള ദേവി ലളിതാംബിക. ദേവിയെ ഒന്നിനും തന്നെ ടെൻഷൻ അടിപ്പിക്കാൻ പറ്റില്ല. കാരണം വരും വരായികകളെ പറ്റിയുള്ള ആകുലതകളൊന്നുമില്ല ദേവിക്ക്. 964 നാമം ബന്ധൂക കുസുമ പ്രഖ്യ. ബന്ധൂക കുസുമം ചെമ്പരത്തിപ്പൂവാണ് അല്ല ചെത്തിപ്പൂവാണ് എന്ന് 2 വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിഞ്ഞു. രണ്ടായാലും നല്ല ചുവന്ന നിറമുള്ള ആ പൂവിൻ്റെ പ്രഖ്യം എന്നാൽ ശോഭയോട് കൂടിയ, ചുവന്ന ചെമ്പരത്തിയുടെയോ ചെത്തിയുടെയോ ഒക്കെ ശോഭയോട് കൂടിയ ദേവി ലളിതാംബിക. ദേവിക്ക് അരുണവർണ്ണമാണ് എന്ന് നമ്മൾ തുടക്കത്തിലേ വർണ്ണിച്ചതാണ്. 965 നാമം ബാല. ബാല ത്രിപുരസുന്ദരി എന്നൊരു സങ്കല്പമുണ്ട്. ത്രിപുരസുന്ദരിയുടെ മകളായ 9 വയസ്സുകാരിയായ ബാല ത്രിപുരസുന്ദരി. ഭണ്ഡാസുര നിഗ്രഹ സമയത്ത് ബാല ത്രിപുരസുന്ദരി അമ്മയോട് പറയാണ്, എനിക്കും യുദ്ധത്തിൻ്റെ ഭാഗമാകണം. അപ്പോൾ ദേവി ത്രിപുരസുന്ദരി 9കാരിയായ ഈ മകളെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ദേവി ഒന്ന് സംശയിച്ചു. എന്നാൽ ബാലത്രിപുരസുന്ദരിയുടെ നിർബന്ധപ്രകാരം ബാലത്രിപുരസുന്ദരി യുദ്ധമുഖത്തെത്തുകയും ഭണ്ഡാസുരൻ്റെ ആ സംഘത്തിലുള്ള 30ഓളം അസുരന്മാരെ വധിക്കുകയും ചെയ്തു എന്നാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നത്. 966 നാമം ലീലാവിനോദിനി. ലീലകളാടുന്നതിൽ കളിതമാശകളിൽ ഏറെ പ്രിയമുള്ളവൾ, അതിലങ്ങനെ വിനോദിച്ചിരിക്കുന്ന ദേവി ലളിതാംബിക. ദേവിയുടെ ലീലകളായി പറയുന്നത് എന്താണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 പ്രക്രിയകളും ദേവിയെ സംബന്ധിച്ചിടത്തോളം ലീലകളാണ്. ഭഗവാൻ കൃഷ്ണനെ നമ്മളിങ്ങനെ ലീലകളാടുന്നവനായിട്ടാണ് വർണ്ണിക്കാറുള്ളത്. ഒന്നിനും അത്ര അധികം അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കാതെ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് എന്താവും, അങ്ങനെയുള്ള ആധികളും വ്യാധികളും ഒന്നുമില്ലാത്തവരാണ് കൃഷ്ണനും ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയൊക്കെ. അപ്പോൾ അവരുടെ ഭക്തർക്കും അങ്ങനെയുള്ളൊരു മാനസിക തലത്തിലേക്ക് അവരെ ഉയർത്താനായിട്ട് ദേവീഭജനവും കൃഷ്ണഭജനവും ഒക്കെ സഹായിക്കുന്നു. 967 നാമം സുമംഗലി. സർവമംഗളങ്ങളും അരുളുന്ന ദേവി പതിവ്രത കൂടിയായിരിക്കുന്നു. സുമംഗലി എന്നും കല്യാണവതിയായ ദേവി ലളിതാംബിക. പതിയോടൊപ്പം ഇരുന്ന് മംഗളമരുളുന്ന ദേവിയാണ്. 968 നാമം സുഖകരി. ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും നൽകുന്ന, ഭക്തന് സുഖം പകരുന്ന ദേവി ലളിതാംബിക. 969 നാമം
സുവേഷാഢ്യ, സുവേഷ ആഢ്യ, എല്ലായ്പ്പോഴും ഭംഗിയായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ളവൾ. ദേവിയുടെ പുരികങ്ങൾ തന്നെ നെറ്റിക്കൊരു അലങ്കാരമായിട്ട്, നെറ്റിയിൽ ഉള്ള തോരണങ്ങൾ പോലെയാണ് ആ ചില്ലിയുഗളങ്ങൾ എന്ന് നമ്മൾ വർണ്ണിക്കേണ്ടത്. അപ്പോൾ ദേവിയുടെ ശരീരത്തിലുള്ളതെല്ലാം അത് പുറമേ നിന്നുള്ള ആഢയാഭരണങ്ങൾ മാത്രമല്ല, ദേവിയുടേതായിട്ടുള്ളതെല്ലാം തന്നെ ദേവിക്ക് ഒരു അലങ്കാരം പോലെയാണ്. ഇനി 970 നാമം നോക്കൂ, സുവാസിനി. എല്ലായ്പ്പോഴും ഐശ്വര്യത്തോടെ വസിക്കുന്നവൾ എന്ന് അർത്ഥം. ദേവി പുറമെ നിന്നുള്ള ആഢയാഭരണങ്ങളാൽ മാത്രമല്ല, ദേവിക്ക് ഗുണങ്ങളാൽ, ദേവിയുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെ ദേവിക്ക് അലങ്കാരമാണ്. നല്ല വസ്ത്രത്താൽ മാത്രമല്ല, നല്ല ഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ദേവി ലളിതാംബിക, ദേവിയെ സുവാസിനി എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മൾ 951 മുതൽ 970 വരെയുള്ള നാമങ്ങളാണ് നോക്കിയത്. ഏതൊക്കെയായിരുന്നു? ശാശ്വതി, ശാശ്വതൈശ്വര്യ, ശർമ്മദ, ശംഭുമോഹിനി, ധര, ധരസുത, ധന്യ, ധർമ്മിണി, ധർമ്മവർദ്ധിനി, ലോകാതീത, ഗുണാതീത, സർവാതീത, ശമാത്മിക, ബന്ധൂക കുസുമപ്രഖ്യ, ബാല, ലീലാവിനോദിനി, സുമംഗലി, സുഖകരി, സുവേഷാഢ്യ, സുവാസിനി.